ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പിന്നത്തെ ഒരു പുത്തൻ പ്രൊമോയില് ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ രേഖയും വരുണിനെയാട്ടോ. അപ്പൊ നമ്മുടെ രേഖ ഭയങ്കരമായിട്ട് മുല്ലപ്പൂക്ക് ചൂടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കൃത്യസമയത്ത് നമ്മുടെ രാധികാമ്മ വരുന്നുണ്ട്. അപ്പൊ രാധികാമ്മ വാതിലിങ്ങനെ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ രേഖ ഇങ്ങനെ ഭയങ്കരമായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. അപ്പൊ വരുൺ ആകെ ചമ്മിയ പോലെ ആകോട്ടോ. ഇവർ തമ്മിൽ ഒന്നുമില്ലെന്നൊക്കെയാണ് നമ്മുടെ രാധികാമ്മയുടെ ഒരു ധാരണ. അതിനുശേഷം നമ്മുടെ വിനോദും നമ്മുടെ ഗീതുവിന്റെ അമ്മയും കൂടെ നമ്മുടെ അറക്കൽ കുടുംബത്തിലേക്ക് വരികയാട്ടോ. എന്നിട്ട് നമ്മുടെ വിനോദ് പറയുന്നുണ്ട്, ഗീതു ചേച്ചി അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛന്റെ കത്ത് വന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഗീതുവിന് ഭയങ്കര സമാധാനം ഭയങ്കര സന്തോഷമൊക്കെ ആവുന്ന ഒരു രംഗം ആട്ടോ. അതിനുശേഷം നമ്മുടെ അച്ചാസ് നമ്മുടെ ഗീതുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, അവർണികയെ സൂക്ഷിക്കണം ഗീതു, അവള് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവണതയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അജാസ് ഗീതുവിനോട് പറയുന്നുണ്ട്. അപ്പൊ ഗീതു ആകെ സങ്കടപ്പെടുന്നുണ്ട്. അതിനുശേഷം ഗീതുവും ഗോവിന്ദും കൂടി ഇങ്ങനെ കാറിൽ പോകുമ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട്, അച്ഛനെ പറ്റി അറിഞ്ഞല്ലോ, അച്ഛൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, എനിക്കത് മതി, എനിക്കിപ്പോ പണ്ടത്തെ ധൈര്യമൊക്കെ തിരിച്ചു വന്നു എന്ന് നമ്മുടെ ഗീതു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദിന്റെ മുഖമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഗോവിന്ദ് അപ്പോഴും ഭയങ്കരമായിട്ട് പരിഭ്രമിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ, എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ ഗോവിന്ദിന്റെ ആ മുഖത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടോ. ഗോവിന്ദ് അപ്പോഴും ഭയങ്കര ടെൻഷനിൽ തന്നെയാണ്. അപ്പൊ എന്തൊക്കെയോ ഭയങ്കര രഹസ്യങ്ങൾ ഇനിയും നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഉറപ്പായിട്ടും അത് ഭദ്രൻ വിട്ട കത്തായിരിക്കില്ല അല്ലെ, 100% ഉറപ്പാണ്. ആരെങ്കിലും നമ്മുടെ ഭദ്രൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ കൊലയാൾ തന്നെ അയച്ച കത്തായിരിക്കാം ചിലപ്പോൾ അതല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.